ഹായ് ഫ്രണ്ട്സ്, സൺഡേ കാറ്റിസം 6ാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ, ഒറ്റ വാക്യത്തിൽ ഉത്തരമെഴുതുക. 4 1 മാർക്ക് വീതം, 4 മാർക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദരിദ്രരോട് എന്ത് അറിയിക്കുക എന്നതായിരുന്നു. ഈശോയുടെ പ്രഥമ കർത്തവ്യം. ആൻസർ, സുവിശേഷം അറിയിക്കുക. 2, ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായ അത്ഭുതമേത്. ആൻസർ, വെള്ളം വീഞ്ഞാക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാശ്ചാത്യ മിഷണറിമാർ നോമ്പിൻ്റെ സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ. മാർത്തോമ നസ്രാണികളെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ മതബോധന ആപ്തവാക്യം എന്ത്. ആൻസർ, ക്രിസ്തു ദർശനം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം എടുത്തെഴുതുക. 4 1 മാർക്ക് വീതം, 4 മാർക്ക്. സിനഗോഗിൽ പ്രവേശിച്ച ഈശോയ്ക്ക് വായിക്കാനായി നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ പുസ്തകമേത്. ബ്രാക്കറ്റിൽ ജെറമിയ, ഏഷ്യ, ഹോസിയ എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ, ഏഷ്യ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വാക്യമേത്. ബ്രാക്കറ്റിൽ ലൂക്ക 1:38, മത്തായി 1:28, ലൂക്ക 1:26 എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ, ലൂക്ക 1:38. 7ാമത്തെ ക്വസ്റ്റ്യൻ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായെന്ന് പ്രഖ്യാപിച്ച സ്ലീഹ ആര്. ബ്രാക്കറ്റിൽ പത്രോസ് സ്ലീഹ, പൗലോസ് സ്ലീഹ, തോമസ് സ്ലീഹ എന്നിവ തന്നിട്ടുണ്ട്. ആൻസർ, പത്രോസ് സ്ലീഹ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ മാമോദീസയെ അനുസ്മരിക്കുന്ന തിരുനാൾ. ബ്രാക്കറ്റിൽ ക്രിസ്മസ്, ദനഹ തിരുനാൾ, ദുക്രാന തിരുനാൾ. ആൻസർ, ദനഹ തിരുനാൾ. 3ാമത്തെ സെക്ഷൻ, ചേരുംപടി ചേർക്കുക. ലെഫ്റ്റ് സൈഡിൽ സുബാറ, മിശിഹ, ഉപവാസം, സഹനദാസൻ, ബദാനിയ എന്നിവ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ലാസർ, കൂടെ വസിക്കൽ, പ്രഖ്യാപനം, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, യേശയ എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ സുബാറ ആൻസർ, പ്രഖ്യാപനം. മിശിഹ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ഉപവാസം, കൂടെ വസിക്കൽ. സഹനദാസൻ, ഏശയ. ബദാനിയ, ലാസർ. കറക്റ്റായ ആൻസർ നോക്കി മാച്ച് ചെയ്യണം. ഇനി 4ാമത്തെ സെക്ഷൻ, 2 3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 3 മാർക്ക് വീതം, 9 മാർക്കാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ എഴുതുക. ഒന്നാമത്തെ കാര്യം, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. 2ാമത്തെ, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3ാമത്തെ, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. 4, ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കുന്നത്. 5, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15, വചനം പൂർത്തിയാക്കുക. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പേജ് നമ്പർ 10 അതിൻ്റെ വചനം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ മാമോദീസ വേളയിൽ തൃത്വ രഹസ്യം വെളിവാക്കപ്പെട്ടത് എങ്ങനെ. പേജ് നമ്പർ 17 പുത്രനായ ദൈവം മാമോദീസ സ്വീകരിക്കാൻ വിനീതനായി നിന്നു. പിതാവായ ദൈവം പുത്രനിൽ സംപ്രീതനായി. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് ഉച്ചസ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനിൽ ആവസിച്ചു. അങ്ങനെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ രഹസ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം തിരുമനസ്സായി. ഇനി 5ാമത്തെ സെക്ഷൻ, ഖണ്ഡികയിൽ ഉത്തരം എഴുതുക. 2 4 മാർക്ക് വീതം, 8 മാർക്കാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധരാജ്ഞി എന്ന നമസ്കാരം എഴുതുക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, നോമ്പുകാലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വലിയ നോമ്പിനെ കുറിച്ചാണ് എഴുതേണ്ടത്. പേജ് നമ്പർ 25 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായുള്ള ഈ നോമ്പാചരണത്തെ വലിയ നോമ്പ് എന്നാണ് വിളിക്കുന്നത്. ദൈവവചനവായനയിലും വചനാധിഷ്ഠിതമായ ജീവിതത്തിലും ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഉയർപ്പ് തിരുനാളിന് 7 ആഴ്ച മുമ്പ് ആരംഭിക്കുന്ന നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയെ പോത്തുർത്ത എന്ന് വിളിക്കുന്നു. അന്ന് സന്ധ്യ മുതലാണ് നോമ്പ് ആരംഭിക്കുന്നത്. നോമ്പാരംഭത്തിൻ്റെ ആഘോഷപൂർവമായ അനുതാപ ശുശ്രൂഷ നടത്തപ്പെടുന്നു.
19ാമത്തെ ക്വസ്റ്റ്യൻ ഉപന്യസിക്കുക. ഒരെണ്ണം എഴുതാനാണ്. 5 മാർക്ക് വീതം. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കാൽവരി യാത്രയെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്നത് എപ്പോൾ? പേജ് നമ്പർ 54 ആൻസർ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ അപ്പവും മീനും ഒരുക്കിയ കാസിയും പീലാസിയും വഹിച്ചുകൊണ്ട് കാർമ്മികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിപ്പിക്കുന്നു. തുടർന്ന് കൈകളിൽ കുരിശാകൃതിയിൽ പിടിച്ച് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഈശോയുടെ കുരിശ് മരണത്തെ സൂചിപ്പിക്കുന്നു.